പ്രിയമുള്ളവരെ, നമസ്കാരം. പൊതുവെ നമുക്ക് മഴക്കാലത്ത് കണ്ടുവരാറുള്ള രോഗമാണ് വളങ്കടിയും കുഴിനഖവും. ഇത് പൊതുവെ പല മരുന്നുകളും ഇപ്പം വളങ്കടിക്ക് സൈബോൾ തേക്കും, കുഴിനഖത്തിന് കാൻഡിഡ് ബി എന്നുള്ള മരുന്നൊക്കെ വാങ്ങി തേക്കും. പക്ഷെ ഇതൊന്നുമില്ലാണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ മരുന്നുമില്ലാണ്ട് നമുക്ക് വളങ്കടിയും കുഴിനഖവും മാറ്റിയെടുക്കാം. ഈ രണ്ട് രോഗം വരുന്നത് വെള്ളത്തിൻ്റെ പ്രശ്നം നനവുള്ളത് കൊണ്ട് അണുക്കൾ വസിക്കുകയും അണുക്കൾ വളരുകയും ചെയ്യും. അപ്പോൾ നനവില്ലാതാക്കി മാറ്റിയാൽ ഈ രണ്ട് രോഗവും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, വളങ്കടിയുള്ള കാലത്ത് നമ്മൾ വളരെ പതിവായിക്കൊണ്ട് നമ്മൾ കാല് തുടയ്ക്കുക, വിരൽ നല്ലോണം തുടയ്ക്കുക. ഒഴിവുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ വിരൽ നല്ലവണ്ണം ഒരു തുണി എടുത്തിട്ട് നമ്മൾ നല്ലവണ്ണം തുടയ്ക്കുക. അതുപോലെ നല്ലവണ്ണം എല്ലാ ഭാഗവും തുടയ്ക്കുക. അപ്പം ഈ നനവ് വരണ്ട് കിടന്നു കഴിഞ്ഞാൽ അണുക്കൾ വളരില്ല. അപ്പം ഏറ്റവും നല്ല വളങ്കടിക്ക് ഏറ്റവും നല്ല കാൽ തുടയ്ക്കുക. തുടച്ച് കഴിഞ്ഞാൽ ഇവിടെ അല്പം ചെറിയ നനവുണ്ടാകും. നനവ് ഇങ്ങനെ വിരൽ കൊണ്ടാക്കിയ ശേഷം ആ നനവിടെ കാലിങ്ങനെ ഒഴുതി പൂക്കുക. പിന്നെയും അതിങ്ങനെ നോക്കുക, അവിടെ നനവിൻ്റെ അംശം പോലും വിരലിനിടയിൽ ഉണ്ടാവരുത്. അങ്ങനെ നമ്മൾ രാത്രി കിടക്കും പതിവായി കാല് തുടയ്ക്കുക. അതുപോലെ വിരൽ കൊണ്ട് നമ്മൾ ഇങ്ങനെ നനവില്ലാന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ രാത്രി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് പരിപൂർണമായിട്ടും വളങ്കടി മാറും. അങ്ങനെയാണ്. ഇപ്പം കുഴിനഖത്തിൻ്റെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, കുഴിനഖത്ത് നമുക്ക് വേണ്ട സോപ്പ്, അല്പം സോപ്പ് എടുക്കാം. സോപ്പ് എടുത്തിട്ട് ഇവിടെ നമുക്ക് കുഴിനഖമുള്ള ഭാഗത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഇങ്ങനെ തേച്ച് ഒരാഴ്ചയോളം അങ്ങനെ സോപ്പ് ഇങ്ങനെ നമ്മൾ തേച്ച് വെച്ച് കൊടുക്കുക. അപ്പം കുളിക്കുമ്പോഴൊക്കെ ഈ സോപ്പിൻ്റെ അംശം പോകും. അപ്പം പിന്നെ എന്ത് ചെയ്യും, രണ്ടാമതും വെച്ച് കൊടുക്കുക. ഒരാഴ്ചയോളം നമ്മൾ ബാർ സോപ്പാണ് നല്ലത്. ഞാൻ തൽക്കാലം ഈ ബാത്ത് സോപ്പ് എടുത്തു എന്നുള്ളൂ. അലക്ക് സോപ്പാണ് കൂടുതൽ നല്ലത്. അപ്പം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുഴിനഖവും പരിപൂർണമായിട്ടും മാറും, പിന്നെ ഒരിക്കലും വരില്ല. അപ്പം യാതൊരു മരുന്നുമില്ലാണ്ട് നമുക്ക് കുഴിനഖവും വളങ്കടിയും മാറ്റിയെടുക്കുക. ഈ ബാർ സോപ്പ് വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അവിടെയും വെള്ളത്തിൻ്റെ അംശം വറ്റിപ്പോവും. നമ്മളിപ്പോൾ നിലത്തേക്ക് ഒരു ചെറിയ സോപ്പിൻ്റെ കഷ്ണം വീണ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കും, ആ നിലത്ത് നനവൊക്കെ അവിടെ വരണ്ടു പോകുന്നത് കാണാം. സോപ്പിന് ചുറ്റുഭാഗമുള്ള ആ നനവ് ഈ സോപ്പ് വലിച്ചെടുക്കും. അതുപോലെ നമ്മൾ ബാർ സോപ്പ് ഈ സോപ്പ് ഇവിടെ വെക്കുമ്പോൾ ഈ നഖത്തിൻ്റെ അടിയിലുള്ള നനവൊക്കെ സോപ്പ് വലിച്ചെടുക്കും, അവിടെ വരണ്ട് കിടക്കും. അപ്പോൾ അണുക്കൾക്ക് അവിടെ വളരാൻ കഴിയില്ല. ഫെർമെൻറ്റേഷൻ എന്നൊരു സംഭവമുണ്ട് ശാസ്ത്രം. അപ്പം അതാണ് ഈ അണുക്കളെ വളർത്തുന്നത്. അപ്പം ഈ നനവില്ലാതാക്കി കഴിഞ്ഞാൽ ഫെർമെൻറ്റേഷന് ഇല്ലാതാവുകയും അണുക്കൾ ഇല്ലാണ്ടാവുകയും അങ്ങനെ രോഗം മാറുകയും ചെയ്യും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.